മുത്തച്ഛി, ലക്ഷ്മി എടാ നോക്കി നിൽക്കാണ്ട് മാധവനും ശ്രീധരനും ബാലനും ഒക്കെ വരാൻ പറയാ. എന്താ മുത്തശ്ശി, സാവിത്രിക്ക് എന്ത് പറ്റി? എടാ തിരുമണ്ട, ശ്രീധരനൊരു അച്ഛനാവാൻ പോണു. അപ്പൊ ഞാൻ എല്ലാരും അറിയിക്കട്ടെ? ഇപ്പൊ ആരെയും അറിയിക്കൊന്നും വേണ്ട, മോളത്തേക്ക് വാ. വേണം. ആ ഡാക്ടറെ ഇങ്ങോട്ട് വിളിച്ചോളൂ. കണ്ടില്ലേ മുഖത്തൊരു വളർച്ച? എനിക്ക് ഇന്നലെ മുതലേ തോന്നിയതാ. നോക്കി നിൽക്കാണ്ട് പോടാ. ആ വരുമ്പോ കുറച്ച് പച്ചമാങ്ങയും കൂടെ പൊട്ടിച്ചോളൂ. വരൂ വരൂ. എന്താ എന്റെ കുട്ടിയെ? ഇതിന് അലോപ്പതിയിൽ ചികിത്സയില്ല. താൻ പേടിക്കണ്ട. നമ്മുടെ താഴത്തേലെ പാറൂട്ടിയുടെ അവസ്മാരം എങ്ങനെയാ മാറിയത്? മാറിയോന്നോ? നിശേഷം മാറി. ഇനി അവൾക്ക് ധൈര്യമായിട്ടൊരു കല്യാണം ആലോചിക്കാം. എപ്പോഴും കയ്യിലൊരു താക്കോൽ കൂട്ടം കരുതണമെന്ന് മാത്രം പറയലടാ. ഇതിന്റെ പ്രതിവിധി എന്താണെന്നറിയോ നിനക്ക്? വിവാഹം. അതാണ് എന്റെ ചികിത്സ. ഒരു പ്രസവം കഴിഞ്ഞാ അവസ്മാരം പമ്പ കിടക്കും. പ്രസവിച്ചില്ലെങ്കിലോ? അതപ്പൊ പോരെ. പാറൂട്ടിയുടെ അവസ്മാരം ഞാൻ മാറ്റും. മാധവേട്ടാ, മാധവേട്ടോ, എന്താ? അയ്യോ, ശാരദയെടുത്ത് ഛർദിച്ചു. വില്ലാതി കൊഴി തരാം, അത് കൊടുത്താ മതി. അയ്യോ, ആ ഛർദിയല്ല, മാധവേട്ടനൊരു അച്ഛനാവാൻ പോണു. ഗുരുവായൂരപ്പാ. ഞാൻ ബാലനെ ശ്രീധരനെ വിവരം അറിയിക്കട്ടെ. മുത്തശ്ശി വേഗം ചെല്ലാൻ. ഞാൻ എന്താ എത്തി. അറ്റ കൈക്ക് പ്രയോഗിച്ചതാ ആ ഗുൽഗുലു. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ മാധവനുണ്ണിയുടെ ചികിത്സ? എന്തായാലും നന്നായി. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായില്ലേ, ചികിത്സ ഇപ്പോഴെങ്കിലും ഫലിച്ചുല്ലോ. എടാ, നീ കുറച്ച് മഹാധനന്തരം എടുക്ക. ഇയാളൊരു കാര്യം ചെയ്യാം. വാ ഒന്ന് കഴിഞ്ഞിട്ട് രോഗിയെ കൊണ്ടുവരാം. നല്ലൊരു ദിവസം നോക്കി നമുക്ക് ചികിത്സ അങ്ങോട്ട് തുടങ്ങാം. ആ, കല്യാണക്കാരെ എവിടം വരെ എത്തിവാല? മുറുകി വരുന്നു. മലയാള ഭാഷ കഠിനമാണേ. കണക്കും സയൻസും പോലെയൊന്നും അല്ല. അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഭാഷാധ്യാപകന്റെ വേതനം കൂട്ടിയേ തീരൂ. അത്രയ്ക്ക് ദുർഘടമാണത് പഠിപ്പിക്കാൻ. ശ്രീധരൻ മാസ്റ്റർ പഠിപ്പിക്കുന്നതിന് പകരം കഥകളിക്ക് പോയിരുന്നു. അതാണ് ഈ ശ്രീധരന്റെ ശൈലി. വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലുക. റിസൾട്ട് വരുമ്പോ ഇതിന്റെ കേമത്തിലൊന്നും കാണില്ല മാഷേ. കാണില്ല. പരീക്ഷ പാസ്സായാലല്ല പഠനം. പഠനത്തിന്റെ കാര്യം ചെറിയച്ഛൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ. നിർത്ത്. പഠനമല്ല, പഠനം. കണ്ടില്ലേ, ഭാഷ നശിച്ചു. ശ്രീധരേട്ടാ, ശ്രീധരേട്ടൻ അച്ഛനാവാൻ പോണു. സത്യമാണോടാ? സത്യം. അമ്മുട്ടി ഛർദിച്ചു. ഗർഭാന്ന് മുത്തശ്ശി പറഞ്ഞു. ചെറിയച്ഛ, എന്താ മാഷേ, അമ്മൂട്ടി ഇവിടുത്തെ വേലക്കാരിയല്ലേ? മുത്തശ്ശി വേഗം ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. എന്താ ഈ കാണിക്കുന്ന ശാരദേ? പതുക്കെ പതുക്കെ. എന്താ അത്? ഇപ്പൊ ഒറ്റത്തടി അല്ലാന്നൊരു ഓർമ്മയുണ്ടാവണം. അപ്പന്റെ ഗുലുഗുലു ഏറ്റു അല്ലേ? ഇന്നലെ തന്നെ എനിക്ക് തോന്നി ശാരദയ്ക്ക് എന്തോ ഒരു മാറ്റം. അസ്വാസ്ഥ്യമൊന്നും തോന്നണില്ലല്ലോ. ഞാൻ മഹാധനന്തരം കൊണ്ടുവന്നിട്ടുണ്ട്. മാധവേട്ടൻ എന്തൊക്കെയാ പറയണേ? വിവരറിഞ്ഞു. ഛർദിച്ചു എന്ന് കേട്ടപ്പോഴേ എനിക്ക് ബോധ്യായി. ഇനി ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല. ഛർദിച്ച ഞാനല്ല, സാവിത്രിക്കുട്ടിയാ. പാവം, നല്ല തലചുറ്റലുണ്ട്. അമ്മൂട്ടി, അമ്മൂട്ടി, അമ്മൂട്ടി. എന്താ ശ്രീധര? മാധവേട്ടാ, എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു? സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്? വേലക്കാരിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ട് അമ്പാടിയിലെ ശ്രീധരൻ അച്ഛനാവണ്ട. മാധവേട്ടനോട് ഞാൻ ഇതുവരെ ഒരു മര്യാദ കുറവ് കാണിച്ചിട്ടില്ല. എന്തൊക്കെയാ ശ്രീധരൻ നീ പറയണേ? എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ തറവാട്ടിൽ നമ്മൾ 3 ആണുങ്ങളാ. ഏട്ടനും ഞാനും ഇവനും. ഇവൻ എട്ടും മുട്ടും തിരിയാത്ത കുട്ടിയാ. അമ്മുട്ടയ്ക്ക് ഗർഭമുണ്ടാകണമെങ്കിൽ ഞാനല്ലാതെ മറ്റൊരാൾ ഏട്ടൻ മാത്രമേ ഉള്ളൂ. പറയൂ മാധവേട്ടാ, തെറ്റ് ചെയ്തിട്ട് എന്റെ പെടലേക്ക് വെക്കണത്. വിടിയറിയച്ച, നമുക്ക് ആ അമ്മൂട്ടിയോട് ചോദിക്കാം. എന്താ ശ്രീധര? കുടുംബത്തിന് മാനക്കേട് വരുത്തി വെച്ചില്ലേ? ഏട്ടത്തി പ്രായത്തിന് എന്നെക്കാൾ ചെറുപ്പമാണെങ്കിലും സ്ഥാനത്തിന് എന്റെ ഏട്ടത്തിയമ്മയെ ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. നുണ പറയാൻ എനിക്ക് അറിയില്ല. എന്നെ പഠിപ്പിച്ചിട്ടില്ല. സത്യം ഏട്ടത്തി, ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല. ഞാൻ അറിഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മാധവേട്ടനായി കടുക ചെയ്തത് എന്റെ സ്വന്തം ഏട്ടൻ. ഏട്ടനെങ്കിലും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവളെ വിളിക്ക്.
സത്യം ഇപ്പൊ അറിയണം. എന്റെ ഈശ്വര, ആളുകളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താ ഇവിടെ ഒരു ബഹളം? എന്താ മാധവനുണ്ണി? ശ്രീധരനകത്തേക്ക് ചെല്ല്. സാവിത്രിക്കുട്ടി കിടക്കുക. ഒന്നുമില്ല, ഒരു തലചുറ്റല്. അതിന്റെ ലക്ഷണം തന്നെയാ. ചെയ്ത വഴിപാടുകൾക്കൊക്കെ ഫലം കിട്ടാതിരിക്കൂ. ആ ചെല്ല് ചെല്ല്, ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും മേടിച്ചോണ്ട് വാ. അപ്പോ ഛർദ്ദിച്ചത് സാവിത്രിക്കുട്ടിയാണോ? ആ പേടിക്കാനൊന്നുമില്ലെന്നേ. ആ ഡോക്ടറെ കണ്ടില്ലല്ലോ. ആ ബാല, നീ ചെന്ന് ഒരു കരിക്ക് ചെത്തിക്കൊണ്ടുവാ. അവൾക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് കേട്ടോ. ബാല, ശ്രീധരൻ ഇത് എന്താ പറ്റിയേ? പറ്റിയതല്ല, പറ്റിച്ചതാ ആ കുമാരൻ. ചെറിയമ്മേ, ഈ ഏടാകൂടം എല്ലാം ഉണ്ടാക്കിയതാ കുമാരനാ. അമ്മൂട്ടി ഛർദ്ദിച്ചെന്നാ അവൻ സ്കൂളിൽ വന്ന് പറഞ്ഞത്. ശോ, ഇങ്ങനെ ആളുകളെ കുരങ്ങ് കളിപ്പിക്കരുത്. ആ നോക്കി നിൽക്കാതെ നീ പോയി കരിക്ക് കൊണ്ടുവാ. ആ ഈ മഹാധനത്തിൽ ഇരിക്കട്ടെ. എന്റെ കാടാമ്പുഴ ഭഗവതി. ആ കൊറേ നേരെ കാത്തിരിക്കണു. കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ വലിയ സീരിയസ് ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ലെന്ന് എനിക്കറിയാം. മുത്തശ്ശി പിടച്ചല് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഓ, സാവിത്രിക്കുട്ടി അവിടെ മുകളിൽ കിടക്കാണ്. സുജാത വാ. ആൺകുട്ടി ആയിരിക്കും, സംശയമില്ല. മാധവനെ വയറ്റിലുള്ളപ്പോ പെണ്ണായിരിക്കുമെന്ന് എല്ലാരും പറഞ്ഞു. ആൺകുട്ടി ആയിരിക്കും ഞാൻ തറപ്പിച്ച് പറഞ്ഞു. ബാലന്റെ കടയത് തന്നെ. ആണായാലും പെണ്ണായാലും തറവാട്ടിലൊരു കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു. ശ്രീധരൻ നാളെ തന്നെ ക്ഷേത്രത്തിൽ പോയി തുലാഭാരം കഴിച്ചേക്കൂ. ഓ ആ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പവുമില്ല. ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എന്തോ ദഹനക്കേടാ. സാവിത്രിക്കുട്ടിക്ക് ഒരു വിശേഷവും ഇല്ല. ഞാനൊരു മരുന്ന് എഴുതി തരാം. അപ്പൊ സാവിത്രിക്കുട്ടിക്ക് മുത്തശ്ശി ഇനിയും വൈകിട്ടൊന്നുമില്ല. ശാരദയും സാവിത്രിക്കുട്ടിയും പ്രസവിക്കും. അവർക്കൊരു കുഴപ്പവുമില്ല. ഇങ്ങനെ വിഷമിച്ചാലോ ലക്ഷ്മി? ശരിയാവും. ഞാൻ പോട്ടെ, അവിടെ ആളുകൾ കാത്തിരിക്കുക. പുളിമാങ്ങയ്ക്ക് വേണ്ടി എവിടെയൊക്കെ ഓടിയെന്നറിയോ? പിന്നെ വാളംപുളി പൊട്ടിക്കാൻ ആലമ്പുള്ളിയിലെ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നീ എല്ലായിടത്തും കൊളുത്തിയല്ലേ? കൊളത്തി വന്നോ? എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. മനക്കേന്ന് മാലമ്പിളി എന്നൊക്കെ ആളുകൾ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. നിന്റെ ഒരു പുളിമാങ്ങ. ഗർഭസമയത്ത് കഴിക്കുന്നത് മാങ്ങയല്ലേ, പിന്നെ തേങ്ങയായിരിക്കും.